ഹായ് ഗായ്സ്, അപ്പോൾ പുതുവർഷത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. ചെറിയൊരു ഇതിലായിപ്പോയി. അതായത് എന്താ ഇപ്പം പറയാം, ചെറിയൊരു പണി കിട്ടിപ്പോയി ഗായ്സ്. എന്ന് വേണേൽ പറയാം, ചെറിയൊരു പണി കിട്ടിയെന്ന് വേണേൽ പറയാം. ഞാനിപ്പം നടന്നു വരുന്ന വഴിക്ക്, ഞാൻ 30-ാം തീയതി ജോലി കഴിഞ്ഞ് നടന്നു വരുന്ന വഴിക്ക് ഞാനൊന്ന് വീണു. മറ്റേ ഇവിടെ മൊത്തം ഐസ് പോലെ കിടക്കുമായിരുന്നു. അപ്പം ഞാൻ കണ്ടില്ല, ഒന്ന് ചവിട്ടി തേനി അടിച്ച് താഴെ പോയി. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു നടുവേദനയൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പം 31-ാം തീയതിയും 2025-ഉം 26-ഉം അങ്ങനെ ആയിപ്പോയി. അപ്പം 1-ാം തീയതിക്ക് വീട്ടിലുള്ളവർ പാർട്ടിക്കൊക്കെ പോയായിരുന്നു. എനിക്ക് പോകാൻ പറ്റിയില്ല, നടുവേദന ആയതുകൊണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. പിന്നെ 26 എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ പറയാൻ പറ്റില്ല, എന്തായാലും ഇരിക്കട്ടെ, ഒരു ബിലേറ്റഡ് ഹാപ്പി ന്യൂ ഇയർ. പിന്നെ വേറെ ഇപ്പം എന്തായാലും 25-ൻ്റെ കാര്യം തീരുമാനമായിരുന്നു. 26, 25 പോലെ ആവുമെന്നാണ് ഒരു സംശയം. പക്ഷെ ആവില്ല എന്ന പ്രതീക്ഷയിലാണ് 26-ലേക്ക് കിടക്കണേ. എന്താവോ എന്തോ ദൈവത്തിനറിയാം, എല്ലാം മുകളിലിരിക്കുന്ന ആളുടെ. ഇപ്പം ഞാനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇവിടെ ഇപ്പം നല്ല തണുപ്പാണ്. ഇപ്പം ചെറുതായിട്ടൊന്ന് മഞ്ഞ് തൂളുന്നുണ്ട്. ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നു, ഇപ്പം പയ്യെ മഞ്ഞ് തൂളി തുടങ്ങി. ഇപ്പം ഫുള്ള് മഞ്ഞിലാണ് ഇരിക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് മഞ്ഞ് പെയ്ത്ത് തന്നെയായിരുന്നു. പിന്നെ കഴിഞ്ഞ ആഴ്ച എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഗൈസ്. അപ്പം അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം എല്ലാവരും അവരുടെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷെ അവർ അവരുടേതായ തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ അവർ സർപ്രൈസ് തരാൻ വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു മറന്നുപോയതായിരിക്കുമെന്ന്. എന്തായാലും ഇന്നലെ എനിക്ക് അവരെല്ലാവരും കൂടെ ഒരു കേക്ക് സർപ്രൈസായിട്ട് തന്നു. എന്തായാലും പുതിയ വർഷം ആയായിരുന്നു, എന്നാലും ബർത്ത്ഡേ അല്ലേ കഴിച്ചത്. അവരെന്തായാലും ഒരു കേക്കൊക്കെ കൊണ്ടുവന്ന്, ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ റെഡിയായിട്ട് മുകളിൽ പോയി അടുക്കളയിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആൽഫ്രഡ് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ പുറകെ വന്ന് പറഞ്ഞു, മറ്റേ കേക്ക് മുറിക്കാൻ കത്തിയെടുത്തിട്ട് വരുന്നത്. ഞാൻ വിചാരിച്ചു തമാശയ്ക്ക് പറഞ്ഞായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യമേ അവിടെ നിന്നു. പക്ഷേ സീരിയസ് ആയിരുന്നു, ഞാൻ വിചാരിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് അവരവിടെ റെഡിയായിട്ട് നിൽക്കണേ. പിന്നെ ഞാൻ പോയി എന്തായാലും കേക്കൊക്കെ മുറിച്ച് അവരെന്തായാലും ഒരു സർപ്രൈസായിട്ട് എനിക്ക് ഇത് തന്നു. ഒരു ബർത്ത്ഡേ കേക്ക് മുറിക്കലൊക്കെ നടന്നു. എന്തായാലും ഇപ്പം കാനഡയിൽ വന്നിട്ട് ഇപ്പോൾ 2 കൊല്ലം, കറക്റ്റ് 2 കൊല്ലമായി. അപ്പം എന്തായാലും നല്ല അടിപൊളി ബർത്ത്ഡേ ആയിരുന്നു. കഴിഞ്ഞ കൊല്ലത്തെ ബർത്ത്ഡേ വലിയ ഇതുണ്ടായില്ല, കാരണം നേരത്തെ നിന്ന സ്ഥലത്ത് അവരെ വലിയ നമ്മുടെ ബർത്ത്ഡേ ഒന്നും ഓർത്ത് വെച്ചോ ഒന്നും ഇല്ലായിരുന്നു. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ 2 പേരായിരുന്നു, നെൽബിനും ആകാശമായിരുന്നു. രാത്രിയിൽ വന്ന് ഞാനൊരു ഫ്ലാറ്റിലായിരുന്നു. അപ്പം രാത്രിയിൽ വന്ന് ഡോറ് മുട്ടി തുറക്കടാന്ന് പറഞ്ഞ് കേക്കൊക്കെ മുറിച്ചത്. അപ്പം ഇപ്രാവശ്യം ഇവർ അതേപോലെ തന്നെ, ഞാൻ അറിഞ്ഞില്ല ഇവർ കൊണ്ടുവന്ന് തന്നു. എന്തായാലും അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടേക്കാം. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. എന്തായാലും എല്ലാവർക്കും നല്ലൊരു വർഷം നേരുന്നു. എല്ലാവരുടെയും കാര്യങ്ങൾ എന്തായാലും നന്നായിട്ടൊന്ന് പോട്ടെ. പിന്നെന്താ, അത്ര തന്നെ 2026 അടിപൊളിയാട്ടെ. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ അടുത്തിട്ടേക്കാം. അപ്പോൾ ശരി ഗൈസ്. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. വൈശാഖിന് നമുക്ക് ലൈവ് പോവാം ഗായ്സ്. അങ്ങനെ ജോന്റെ ബർത്ത്ഡേ ആണ് ഗായ്സ്. നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് ഗായ്സ്. അതുണ്ട് എല്ലാത്തിലും മണിയടിക്കുന്നതാലും ആദ്യം. ഇതാണ് ഗായ്സ് നമ്മുടെ കേക്ക് ഗായ്സ്. അവന്റെ മിറർ മറ്റേ ഇത് വരണം. അപ്പൊ കേക്ക് കട്ടിയാ പോണ ഗായ്സ്. എല്ലാരും കൈ അടിച്ച ഗായ്സ്. മിഠായി കറുത്തറി എല്ലാ പിള്ളേർക്കും മിഠായി കൊടുക്കും. Happy birthday, happy birthday, happy birthday to you.
കഴിക്കാം. അമലിനാദ്യം ഇനി അടുത്ത ആൾക്ക് സ്പെഷ്യൽ താങ്ക്സ് ടു സൂര്യ, ആൽഫ്രഡ്, അമല്. വൈശാഖിനെ ഓടാൻ പറ്റിയില്ല, അത് ചെറിയൊരു വിഷമമുണ്ട്. ആൽഫ്രഡാണ് എല്ലാം മുൻകൈ എടുത്ത് മുമ്പിൽ നിന്ന് നയിച്ചത് എന്ന് പറയാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പറയുന്നു. അറിയില്ല. എന്തായാലും എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്.